കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സ്വാമിജി ആ പെൺകുട്ടിയുടെ സഹായത്തിൽ വ്രതം അനുഷ്ഠിക്കാനാ പറയുന്നത്. പക്ഷെ അവളെ ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? എന്താ ചോദിക്കുക അവളോട്? മഹാദേവ, എനിക്കൊരു വഴി കാണിച്ചു തരണേ. മയൂരി, എന്റെ പേര് ശിവാനി. എനിക്ക് അമ്പലത്തിലൊരു വ്രതം അനുഷ്ഠിക്കാന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. പൂജയെക്കുറിച്ചും ചടങ്ങുകളെക്കുറിച്ചും വ്രതത്തെക്കുറിച്ചൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ദയവേത് നീ എന്നെ ഒന്ന് സഹായിക്കാവോ? ഏത് വ്രതമാ ചേച്ചി ചെയ്യാൻ പോകുന്നത്? സുമംഗലി വ്രതം. സുമംഗലി വ്രതമോ? അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാ. ആ വ്രതം എന്നെ എന്റെ ലക്ഷ്യത്തിൽ എത്തിക്കുമെന്നാണെങ്കിൽ എല്ലാ കഷ്ടതയും നേരിടാൻ ഞാൻ തയ്യാറാ. നീ എന്നെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി. ഒരു നല്ല കാര്യത്തിനാണെങ്കിൽ ഞാൻ ചേച്ചി തീർച്ചയായിട്ടും സഹായിക്കാം. ആ, പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം ചേച്ചി കൊണ്ടുവന്നിരുന്നോ? എന്തൊക്കെയാ വേണ്ടത്? ശരി, ആയിക്കോട്ടെ, അതൊക്കെ ഞാൻ എത്തിച്ചോളാം. ആ, ഭാവിയിൽ എന്റെ ഭർത്താവേണ്ട ആദിശേഷൻ എന്റെ മാനസ പതി എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ പൂജ തുടങ്ങാൻ പോവുകയാണ്. പരമേശ്വര, എന്നെ ആശീർവദിച്ചാലും നാഗമാണിക്യത്തിൽ ജീവാത്മാവ് കയറുന്നതിനായി എന്നോട് സഹകരിച്ചാലും ഓം നമഃ ശിവായ. ദൈവമേ, ഞാൻ ചെയ്യുന്ന വ്രതം കാരണം നാഗമാണിക്യത്തിന്റെ ചൈതന്യ ശക്തി, ജീവാത്മാവ് തിരികെ നാഗമാണിക്യത്തിലേക്ക് എത്തിക്കേണ്ട കടമ എനിക്കുണ്ട്. അതുപോലെ തന്നെ എന്റെ ആദിശേഷനെ വീണ്ടും തിരികെ എത്തിക്കേണ്ട കടമയും എനിക്കാണുള്ളത്. ഒന്നിനും ഒരു തടസ്സവും കൂടാതെ നോക്കണേ ഭഗവാനെ. ആ ചേച്ചി എത്തിയോ? ചേച്ചിക്ക് വേണ്ടിയാ ഞാൻ കാത്തിരുന്നേ. ആ, ഞാൻ സമയത്തിന് തന്നെയല്ലേ എത്തിയത്? ആ, കറക്റ്റ് സമയത്താ ചേച്ചി വന്നത്. അത് ഈ പൂജാ വ്രതമൊക്കെ അതെല്ലാം ഞാൻ നോക്കിക്കോളാം, ചേച്ചി പേടിക്കേ വേണ്ട. ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം ചേച്ചി കൊണ്ടുവന്നിട്ടില്ലേ? ആ, എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ശരി ചേച്ചി, വന്നോ. ഭൂമി ഇത്രത്തോളം മാറിയോ? 125 സംവത്സരങ്ങൾ കൊണ്ട് നാഗലോകം തന്നെ മാറിയില്ലേ? അങ്ങനെയുള്ളപ്പോൾ ഈ ഭൂമി മാറാതിരിക്കുമോ ശേഷനാഗ? നാഗലോകത്തുള്ളവർക്കുള്ള സവിശേഷത എന്താണെന്ന് വെച്ചാൽ, നാഗങ്ങൾ ഏത് ലോകത്തേക്കും പോകട്ടെ, അതേത് ലോകം തന്നെ ആയാലും ആ ലോകത്തിന്റെ സംസ്കൃതി, പ്രകൃതി എന്നിവയോട് ചേർന്ന് പോകുന്ന ഒരു വിശേഷ ശക്തി അവർക്ക് തീർച്ചയായും ഉണ്ടാകും. മനുഷ്യന്റെ ശരാശരിയായ 65 വയസ്സ് അവരുടെ ഒരു വയസ്സിന് സമാനമാണ്. അതുകൊണ്ട് മനുഷ്യരെക്കാൾ കൂടുതൽ ഭംഗി സർപ്പങ്ങൾക്കുണ്ടാകും. അവ ഏറ്റവും സുന്ദരമായി കാണപ്പെടും. അതല്ല, ശരിയാണ്. എന്നാൽ ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാവരും തന്നെ സവിശേഷമായിരിക്കുന്നു. നമ്മളെ കാണുമ്പോഴും എന്തൊക്കെയോ സവിശേഷത ഉള്ള പോലെ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ രൂപം മാറ്റേണ്ടി വരില്ലേ? ഉറപ്പായിട്ടും വേണ്ട. വേഷം മാത്രം മാറിയാൽ മതി.
ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞു. വേഷവും മാറിക്കഴിഞ്ഞു. ഇനിയെന്ത്? ആദ്യം നീ അവളെ കാണാൻ വേണ്ടി പോകണം. നീ അവളോട് സംസാരിക്കണം. ആരാണവൾ? ഈ ലോകത്തുള്ളവൾ, നീ കല്യാണം കഴിക്കേണ്ടുന്നവൾ. അവളുടെ പേര് മയൂരി. നോക്കൂ, നീ തീർച്ചയായും അവളെ കല്യാണം കഴിക്കണം. ആ കല്യാണം നടന്നാൽ മാത്രമേ നമ്മുടെ സ്വപ്നം സഫലമാക്കുകയുള്ളൂ. ഇപ്പോ അവൾ എവിടെയാണുള്ളത്? വരൂ, ഞാൻ കാണിച്ചു തരാം. ദേവിക്ക് മഞ്ഞളും കുങ്കുമം വെക്കുക ചേച്ചി. ആദ്യം നമുക്ക് വിഘ്നവിനാശകൻ ഗണപതിക്ക് വേണ്ടി പൂജ ചെയ്യാം. ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചേച്ചിയുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ദേവിയോട് പറഞ്ഞു. നോക്കൂ, നീ കല്യാണം കഴിക്കേണ്ട പെൺകുട്ടി അവളാണ്. മോഹിനി, നിന്നോട് എനിക്ക് പ്രണയമുള്ളത് കൊണ്ടല്ലേ നിന്നെ ഞാൻ നാഗലോകത്തേക്ക് ക്ഷണിച്ചത്. നിന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ആ നാഗലോകത്തുള്ളവരോട് എതിർത്ത് സംസാരിച്ചത്. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ 125 വർഷക്കാലം കല്ലായി നിന്നത്. ഇപ്പോ നീ തന്നെ വേറൊരു പെണ്ണിനെ പ്രണയിക്കണമെന്ന് പറയുമ്പോ മനസ്സിൽ ഒരുപാട് വിഷമം തോന്നുന്നു മോഹിനി. ശേഷ, നീ ആ പെൺകുട്ടിയെ എന്തിന് കല്യാണം കഴിക്കണം, എപ്പോൾ കല്യാണം കഴിക്കണം എന്നതിനെ കുറിച്ച് ഞാൻ മുൻപേ പറഞ്ഞു കഴിഞ്ഞു. നിനക്ക് വേണ്ടി ഞാനത് വീണ്ടും പറയാം. നീ നാഗലോകത്ത് നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടതിന് ശേഷം നിനക്ക് മേൽ ആ ശാപം ഇപ്പോഴുമുണ്ട്. ആ ശാപത്തിന് പരിഹാരം ലഭിക്കണമെങ്കിൽ നീ ആ കന്യകയെ വിവാഹം കഴിക്കണം. അതും മകം നക്ഷത്രത്തിലെ അമൃത സമയത്ത് ജനിച്ച മനുഷ്യ കന്യകയായ മയൂരിയെ കല്യാണം കഴിച്ചാൽ മാത്രമേ നിനക്ക് ആ ശാപത്തിൽ നിന്നും വിമോചനം കിട്ടുകയുള്ളൂ. അപ്പോൾ മാത്രമേ നിനക്ക് നാഗമാണിക്യത്തിലേക്ക് ജീവാത്മാവ് കയറ്റാൻ സാധിക്കൂ. എങ്കിൽ മാത്രമേ നീ നാഗലോകത്തിന്റെ രാജാവാകൂ. ഇതെല്ലാം നടക്കണമെങ്കിൽ തന്നെ നീ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം ശേഷനാഗ. നീ അവളെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറയുന്നത് നമ്മൾ തമ്മിൽ ഒരിക്കലും അകലാൻ വേണ്ടിയല്ല, നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ ശേഷനാഗ, പോകൂ. ശരി മോഹിനി, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോ നിനക്ക് വേണ്ടി ആ പെണ്ണിനെ കല്യാണം കഴിക്കണം, അതല്ലേ നിനക്ക് വേണ്ടത്? ഞാൻ തയ്യാറാണ്.
മയൂരി, സുഖാണോ മോളെ? സുഖാണ് ഏട്ടാ. മോളാരോ ഇവിടെ പൂജയ്ക്ക് വേണ്ടി സഹായിക്കുന്നുണ്ടല്ലോ. നിന്നെ ദൈവം തുണയ്ക്കും. ഒരിക്കലും ദൈവം നിന്നെ കൈവിടത്തില്ല മോളെ. നിന്റെ കഷ്ടപ്പാടിനെല്ലാം ഒരു അവസാനം ഉണ്ടാവും. എത്രയോ ആൾക്കാർ ഇവിടെ കല്യാണം കഴിക്കുന്നു. നിനക്കും കല്യാണം ഉണ്ടാവും. ഉറപ്പായിട്ടും കിട്ടും. കിട്ടാതെ എവിടെ പോകാനാ? ഈ ദൈവം നിന്നെ കൈവിടത്തില്ല. ഓക്കെ, ഞാൻ പോട്ടെ. ഗുരുദേവ, എന്റെ ശിവാനി ഇങ്ങനെ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവളെന്തോ കഠിനമായ വ്രതം നോൽക്കുന്നുണ്ട്. ആ വ്രതം വളരെ ബുദ്ധിമുട്ടാണെന്ന് വീട്ടിലുള്ള എല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് അവളെ തടയാൻ പറ്റുന്നില്ല. അല്ല ഗുരുദേവ, ഞാൻ അവളുടെ തൊട്ടടുത്തുണ്ടായിട്ടും അവൾ എന്തിനാ ഈ വ്രതങ്ങളൊക്കെ ഇങ്ങനെ നോൽക്കുന്നത്? അതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. ഇതെല്ലാം നിന്റെ ചുറ്റും ചുറ്റുന്ന സംശയങ്ങൾ മാത്രമാണ്. അവൾ ഈ നടത്തുന്ന പൂജകളെല്ലാം നിന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മാത്രമാണെന്ന് കരുതുന്നു നീ. ഇതെല്ലാം ആ ഭഗവാന്റെ പ്രേരണ മാത്രമാണ്. ഇപ്പോഴീ സംഭവിക്കുന്നതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം, നിന്റെ ശ്രേയസ്സിനു വേണ്ടി. നിനക്കിവിടെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി 1000 ചോദ്യങ്ങളുണ്ട്. അതെല്ലാം സമാധാനമായി കണ്ടുപിടിക്കണമെന്നാണെങ്കിൽ ഈ വ്രതത്തിൽ അവൾ വിജയിക്കുക തന്നെ വേണം. വിജയം കൈവരിച്ചാൽ മാത്രമേ നിങ്ങൾക്കിരുവർക്കും ഒന്നാവാൻ കഴിയുകയുള്ളൂ. ശരി ഗുരുദേവ, ഞാൻ ഇതുവരെ അങ്ങയുടെ വാക്ക് തെറ്റിച്ചിട്ടില്ല. അങ്ങാണ് എന്റെ വഴികാട്ടി എന്നാണ് എന്റെ വിശ്വാസം. ആ വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചോളാം. ഭോലേനാഥ, എന്താണ് അങ്ങയുടെ ഈ പരീക്ഷണം? ശത്രുക്കളെല്ലാം ഇവരുടെ ചുറ്റുമായിട്ടും എന്തിനാണ് ഈ മൗനം? ഇവർക്ക് മറ്റു ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നറിഞ്ഞിട്ടും ഇവർക്ക് എന്താണ് ഒരുപാട് കഷ്ടങ്ങൾ ഇങ്ങനെ വരുന്നത്? കഷ്ടങ്ങൾ കൊണ്ട് ഇവരെ എന്തിനാണ് ഇങ്ങനെ മൂടുന്നത് പരമേശ്വര? ജയ് ഭോലേനാഥ. എന്നെപ്പറ്റി എല്ലാം അറിയുന്ന നന്ദീശന് പോലും ഞാനാണ് ദിഗ്വിജയനെന്ന് മനസ്സിലായിട്ടില്ല. ഈ കാര്യം ഞാൻ അവനോട് പറഞ്ഞാൽ എന്റെ മനസ്സിനൊരല്പം സമാധാനമാണ്. നന്ദീശ, എന്താ കൊച്ചുമുതലാളി?
എനിക്ക് നിന്നോടൊരല്പം സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ, എന്തിനെ പറ്റി പറയാനുള്ളത്? നിന്റെ മുതലാളിയെ പറ്റി. നിങ്ങളും അവനുമൊക്കെ മുമ്പേ നല്ല സൗഹൃദത്തിലായിരുന്നല്ലോ. അതെ കൊച്ചുമുതലാളി. അവൻ ഇവിടുന്ന് പോയിട്ട് ഇപ്പം മാസങ്ങൾ ഒരുപാട് കഴിഞ്ഞു. എന്നിട്ടും അവൻ നിന്നെ വിളിക്ക് പോലും ചെയ്തില്ല. അതെന്തുകൊണ്ടായിരിക്കുമെന്ന് നീ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കാറുണ്ടോ? ഒരുപാട് പ്രാവശ്യം ഞാൻ ആലോചിച്ച് നോക്കി. അദ്ദേഹം എവിടെ പോയാലും എന്നോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. പക്ഷേ ഈ തവണ അങ്ങനെയല്ല, എന്നോട് പറയാതെ പോയത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചറിയാനാണെങ്കിൽ അദ്ദേഹമാണെങ്കിൽ ഈ വീട്ടിലുമില്ല. എല്ലാത്തിനും നിനക്ക് ഉത്തരം കിട്ടും. ഉത്തരം കിട്ടുക തന്നെ ചെയ്യും കൊച്ചുമുതലാളി. പോലീസ് ഓഫീസർ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അദ്ദേഹം വളരെ നല്ല ആളാ. അദ്ദേഹത്തെക്കുറിച്ച് മുതലാളി ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഉറപ്പ് തന്നു മുതലാളി കണ്ടുപിടിച്ച് തരാമെന്ന്. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. ആ പോലീസുകാരൻ ആദിശേഷനാണെന്ന് അറിയാതെ ഇവനിങ്ങനെ സംസാരിക്കുന്നേ. വേണ്ട, ഞാനാണ് ദിഗ്വിജയനെന്ന് തൽക്കാലം ഇപ്പൊ ഇവൻ അറിയണ്ട. എന്താ കൊച്ചുമുതലാളി പറയാൻ വന്നത്? ഒന്നുമില്ല. എന്താണ് ഇവൻ ഇങ്ങനെ? എന്തോ പറയാൻ വന്നിട്ട് കാര്യം മറച്ചു വെച്ച പോലുണ്ടല്ലോ. മുതലാളിയുടെ കാര്യം വല്ലതാണോ? നിന്നോടാ ഞാൻ ചോദിച്ചത്. ആരാ നീ? എന്താ ധനഞ്ജയ്, നന്ദീശിനെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് ഭയങ്കരമായ ചോദ്യം ചെയ്യലാണല്ലോ. എന്താ കാര്യം? അല്ല, പറഞ്ഞതുപോലെ കൃഷ്ണയും ദാക്ഷണിയും കാണാനില്ലല്ലോ. അവര് ഇവിടുന്ന് പോയി. എങ്ങോട്ട് പോയടാ? അത് മാനസ സരോവര യാത്രയെന്ന് പറഞ്ഞൊക്കെയാ ഇവിടുന്ന് പോയത്. അയ്യോ, അവര് ആരോടും പറയാതെ പോയല്ലോ. അവരെപ്പ തിരിച്ചു വരും? കുറച്ചുനാൾ കഴിയും. കുറച്ചുനാൾ കഴിയുന്ന അവര് പറഞ്ഞത്. ഓഹോ, അതിന്റെ വിഷമത്തിലാണോ? അല്ലടാ, ശിവാനി തൃശൂലിന് വേണ്ടി പൂജ നടത്തുന്നു. അതിലെല്ലാം ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ നിന്റെ മുഖത്ത് ആ സന്തോഷം കാണുന്നില്ലല്ലോ. നിന്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അവളും പൂജ നടത്തിയനെന്നോർത്തിട്ടാണോ? അതാണോ നിന്റെ വിഷമം? അങ്ങനെയൊന്നുമില്ല. എനിക്ക് മനസ്സിലായടാ. ഇപ്പൊ നിന്റെ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം ശരിയായേനെ അല്ലേ? നീ നിന്റെ ജ്യേഷ്ഠനെ കുറിച്ചല്ലേ ഇപ്പൊ ആലോചിച്ചോണ്ടിരുന്നേ? എന്തു തന്നെ പറഞ്ഞാലും ദിവ്യജി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീടിന് തന്നെ ഒരു ഐശ്വര്യവും സന്തോഷവും ഉണ്ടായേനെ. എപ്പോഴും 10-15 ദിവസമെങ്കിലും പുറത്തേക്ക് പോവായിരുന്നു. പക്ഷെ ഇപ്പോ മാസങ്ങളായി പോയിട്ട് എവിടെയാണോ എന്താണോ എന്ന് ആർക്കും അറിയില്ല. ദിഗ്വിജയൻ ഞാനാണെന്ന് പറയാനും പറ്റില്ല. ഒരു വിഷയത്തെ പറ്റിയും അങ്ങോട്ട് തുറന്ന് പറയാനും പറ്റുന്നില്ലല്ലോ. ശരിക്കും എന്തൊരവസ്ഥയാണ് എന്റേത്. ഇവൻ എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവന്റെ മുഖത്ത് നോക്കി അറിയാൻ അവൻ പേടിച്ചിരിക്കുന്നു. ഏയ്, ആരാ നീ? അമ്പലത്തിൽ വന്നിട്ട് ബലം പ്രയോഗിച്ച ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ നോക്കുന്നോ? നീ ഏത് നാട്ടുകാരനാ? എന്നെ തടയാൻ ശ്രമിക്കരുത്. എനിക്ക് അവളെ കല്യാണം കഴിക്കണം. കല്യാണം എന്താ കുട്ടിക്കളിയാണെന്നാണോ? നിനക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നിയ ഉടനെ ഒരു താലി എടുത്തോണ്ട് വന്ന് അങ്ങ് കെട്ടാണോ ചെയ്യേണ്ടത്? നിനക്കറിയോ ഇയാളെ? ഞാൻ ഇയാളെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഇയാളെ ചേച്ചി കാണുന്നത്. അവൾക്ക് നീ ആരാണെന്ന് പോലും അറിയില്ലെന്നാ പറയുന്നേ. നീ ആണെങ്കിൽ അവളെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിനക്ക്? കല്യാണം എന്നാൽ താലി കെട്ടുന്നതാ.
നിന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കല്യാണം കഴിക്കുന്നതിന് ഒരു പെണ്ണും ചെറുക്കനും മനസ്സോടെ തയ്യാറാവണം. വീട്ടുകാർ സമ്മതിക്കണം. അതിനുശേഷം ജാതകം നോക്കണം, എന്നിട്ടേ കല്യാണം കഴിക്കാവൂ. ഈ കല്യാണത്തെക്കുറിച്ച് മയൂരിയുടെ അച്ഛനോട് നീ സംസാരിച്ചിരുന്നോ? ആരോടും ഒന്നും ചോദിക്കാതെ കല്യാണം കഴിക്കാൻ വന്ന തെറ്റാണോ? തെറ്റാണോന്നോ? ഇത്രയും ചെയ്തിട്ട് നിനക്ക് തോന്നിയില്ലേ? ഉടനെ ഇവിടുന്ന് സ്ഥലം വിട്ടോ നീ? ഇത് അമ്പലം ആയോണ്ട് നിന്നെ വെറുതെ വിടുക? ആരാടാ നീ? കള്ളു കുടിച്ചിട്ടാണോ നീ ഇങ്ങോട്ട് കയറി വന്നേ? നീ എന്തിനാണ് അവളെ ശല്യം ചെയ്യുന്നത്? എന്താ കാര്യം? നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇവളെ കല്യാണം കഴിച്ചിരിക്കും. ഏയ് നിക്കവിടെ. നോക്ക്, മര്യാദയ്ക്ക് ഇവിടുന്ന് തിരികെ പൊയ്ക്കോ. എനിക്ക് അവളെ കല്യാണം കഴിച്ചേ പറ്റൂ. ഏയ്